പകൽ ആമേൻ നമുക്ക് വളരെ പ്രാർത്ഥനയോടെ നമുക്ക് ആമേൻ സ്തോത്രം തിരുമേശയോട് അടുക്കാം. ഒരു വചനഭാഗം വേഗത്തിൽ നമുക്ക് വായിക്കാം. ആമേൻ ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം അതിൻ്റെ 6 മുതലുള്ള വാക്യങ്ങൾ. അവൻ ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണം എന്ന് വിചാരിക്കാതെ ദാസരൂപമെടുത്ത് മനുഷ്യ സാദൃശ്യത്തിലായി. നമുക്ക് ഈ വചനഭാഗങ്ങൾ അറിയാം, എന്നാൽ ഇന്ന് പകൽ അതിൽ നിന്ന് 1-2 ചിന്തകൾ പറഞ്ഞ് നമ്മൾ തിരുമേശയിലേക്ക് പ്രവേശിക്കാൻ പോവുകയാണ്. അവൻ ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണം എന്ന് വിചാരിക്കാതെ ദാസരൂപം എടുത്തു മനുഷ്യ സാദൃശ്യത്തിലായി. ഇന്ന് പകൽ ഈ തിരുമേശ നമ്മുടെ മുമ്പിൽ ഒരുക്കപ്പെട്ടിരിക്കുമ്പോൾ ഇതിൻ്റെ പിന്നിലൊരു ചരിത്രമുണ്ട്. എല്ലാവരും പ്രാർത്ഥനയോടെ ആമേൻ സ്തോത്രം, വളരെ പ്രാർത്ഥനയോടെ ആമേൻ നമ്മൾ തിരുമേശയിലേക്ക് അടുക്കാൻ പോവുകയാണ്. ദൈവത്തിന് സ്തോത്രം. ഇത് നമ്മുടെ ജീവനാണ്. ആമേൻ സ്തോത്രം. ഇത് കാണുമ്പോൾ നമ്മൾ ദുഃഖിക്കുകയല്ല, ഭാരപ്പെടുകയല്ല. മരണം നീങ്ങി ജീവൻ വെളിപ്പെട്ടു. ആമേൻ സ്തോത്രം. മരണം നമ്മളെ വിട്ടൊഴിഞ്ഞു പോയി, ജീവനിലേക്ക് നമ്മൾ പ്രവേശിച്ചിരിക്കുന്നു. ഇവിടെ വചനം പറഞ്ഞു, അവൻ ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചു കൊള്ളണം എന്ന് വിചാരിക്കാതെ അവൻ ദാസരൂപമെടുത്ത് മനുഷ്യ സാദൃശ്യത്തിലായി. ഇന്ന് പകൽ ഈ ജീവനം നമ്മുടെ അകത്തേക്ക് പ്രവേശിക്കുവാൻ ഒരുവൻ വില കൊടുത്തു. ഇന്ന് പകൽ ശ്രദ്ധിക്കണം, ജോസ് പാസ്റ്ററിന് നാളെ ഒരു അംബാനിയാകാൻ പറ്റും, പക്ഷെ ഒരു അംബാനിക്ക് ജോസ് പാസ്റ്റർ ആകാൻ പറ്റില്ല. എന്ന് പറഞ്ഞാൽ ഒരു ധനവാന് ദരിദ്രനാകാൻ പറ്റുകയില്ല. അത് പറ്റണമെങ്കിൽ ആമേൻ സ്തോത്രം ആ മനസ്സ് ഇന്ന് പകൽ ഒന്ന് ചിന്തിച്ചു നോക്കി. നമ്മളെ സ്നേഹിച്ചിട്ട് അടുത്ത വാക്യം പറയുന്നേ, തന്നെ താൻ ഒഴിച്ചു വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി, തന്നെ താൻ താഴ്ത്തി മരണത്തോളം ക്രൂശിലെ മരണത്തോളം തന്നെ മനുഷ്യ സാദൃശ്യത്തിലായി തന്നെത്താൻ ഒഴിച്ച് വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി. തന്നെ താൻ ഒഴിച്ചു. എന്താ ഒഴിച്ചു? ദൈവത്തോടുള്ള സമത്വം തന്നെ താൻ അതിനെ ഒഴിച്ചു. ഇന്ന് പകൽ ചെറിയൊരു കാര്യമല്ല. ഈ തിരുമേശ നമ്മുടെ മുമ്പിൽ ഒരുക്കപ്പെട്ടിരിക്കുമ്പോൾ ഒരുവൻ നമുക്ക് വേണ്ടി സഹിച്ച, ഒരുവൻ നമുക്ക് വേണ്ടി ചെയ്ത ഉപകാരങ്ങളെ ഓർത്തു വേണം ഇതിൽ പങ്കാളി. അവൻ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിക്കാതെ വേഷത്തിൽ മനുഷ്യനായി ദാസന്റെ രൂപമെടുത്തു. എന്തിനാ ദാസരൂപം എടുത്തത്? ദാസരൂപം എടുക്കാൻ കാരണം യജമാനന്റെ മുമ്പിൽ ദാസന് ഒന്നും പറയാൻ പറ്റുകയില്ല. യജമാനൻ പറയുന്നത് അങ്ങനെ തന്നെ അനുസരിക്കണം. അതുകൊണ്ട് ദാസരൂപം എടുത്തുകൊണ്ട് പിതാവിനോട് പറഞ്ഞു, ആമേൻ സ്തോത്രം, പിതാവേ കഴിയുമെങ്കിൽ ഈ പാനപാത്രം, എങ്കിലും എന്റെ ഇഷ്ടമല്ല. ദാസൻ ഒന്നും പറയാൻ പറ്റുകയില്ല. യജമാനന്റെ ഇഷ്ടം അനുസരിക്കുന്നവനാണ് ദാസൻ. ആ ദാസരൂപം എടുത്തത് കൊണ്ടാണ് ആമേൻ ക്രൂശിലെ മരണത്തോളം അവൻ എന്ത് ചെയ്തു? അവൻ അനുസരണമുള്ളവനായിരുന്നു. ആമേൻ സ്തോത്രം. ഈ ദാസരൂപം എടുക്കാതിരുന്നു എങ്കിൽ ആമേൻ സ്തോത്രം കർത്താവിന്റെ മുഖത്തടിച്ചപ്പോൾ ആമേൻ സ്തോത്രം ഹല്ലേലൂയ, ആമേൻ ഹല്ലേലൂയ, മുഖത്തടിച്ചിട്ട് ചോദിച്ചു, ഒരു കറുത്ത തുണി കൊണ്ട് കർത്താവിന്റെ കണ്ണ് കെട്ടിയിട്ട് അവന്റെ മുഖത്തടിച്ചിട്ട് ചോദിച്ചു, ആരാ അടിച്ചത് നിന്നെ? നീ പ്രവാചകനല്ലേ? പറ. അവന്റെ മുഖത്ത് തുപ്പി. മിണ്ടാതിരിക്കാൻ കാരണം അവൻ ദാസനായി. ഇന്ന് പകൽ അവന്റെ പാത നമ്മൾ പിന്തുടരണമെങ്കിൽ നമ്മൾ ദാസനായി. അല്ല, ഇന്ന് പകൽ അവൻ ദാസനായത് ഇന്ന് പകൽ നമ്മൾ ദാസനാകാനല്ല, നമ്മൾ ആരാകാനാ? നമ്മൾ സമ്പന്നരാകാൻ അവൻ നമുക്ക് വേണ്ടി ദാസരൂപമെടുത്തു. ആമേൻ സ്തോത്രം ഹല്ലേലൂയ. അവസാനത്തോളം അവൻ അനുസരണമുള്ളവനായി തീർന്നു. അതുകൊണ്ട് ദൈവവും അവനെ ഇന്ന് പകൽ ഏറ്റവും താഴുന്നവനെ ദൈവം എന്ത് ചെയ്യും? എങ്ങനെ ഉയർത്തും? ഏറ്റവും ഉയർത്തും എന്ന് പറഞ്ഞാൽ അതിന്റെ മുകളിൽ ഒരു ഉയർച്ചയില്ല. ഏറ്റവും താഴുന്നവനെ, ഏറ്റവും ക്ഷമിക്കുന്നവനെ, ഏറ്റവും സഹിക്കുന്നവനെ, മുഖത്ത് തുപ്പിയാലും മറുപടി പറയാതെ നിൽക്കുന്നവനെ, മുഖത്തടിച്ചാലും മറുപടി പറയാതെ നിൽക്കുന്നവനെ, ആമേൻ സ്തോത്രം, ക്രൂശിലെ സകല ത്യാഗങ്ങളും സഹിച്ചവനെ അവൻ ഏറ്റവും ഉയർത്തും. അങ്ങനെ യേശുവിന്റെ നാമത്തിങ്കൽ സ്വർലോകരുടെയും ഭൂലോകരുടെയും അധോലോകരുടെയും മുഴങ്കാൽ ഒരല്പസമയത്തേക്ക് ഒന്ന് നിന്നു കൊടുക്കാമെങ്കിൽ, ചില നിമിഷങ്ങളിൽ ആമേൻ നമ്മൾ ദാസനെ പോലെ നിന്നു കൊടുക്കാമെങ്കിൽ, ആമേൻ സ്തോത്രം, ചില മുഴങ്കാലുകൾ നമ്മുടെ മുമ്പിൽ
നമ്മൾ കാണത്തക്കവണ്ണം ചില മുഴങ്കാലുകൾ ദൈവകുഞ്ഞേ ആമേൻ നിന്റെ മുമ്പിൽ മടങ്ങുന്നത് കാണത്തക്കവണ്ണം ഒരു ദൈവ മഹത്വം നമ്മുടെ മേൽ വെളിപ്പെടുവാൻ ആമേൻ സ്തോത്രം ഇടയായി. ഞാൻ ഒരു വാക്യം കൂടെ വായിച്ച ഒരു വാക്യമാണ്. ആമേൻ സ്തോത്രം. പുറപ്പാട് പുസ്തകം 27-ാം അധ്യായം അതിന്റെ 20-ാം വാക്യം കൂടെ ഒന്ന് വായിച്ച് നമ്മൾ ശുശ്രൂഷയിലേക്ക് കടക്കുവാൻ ആഗ്രഹിക്കുകയാണ്. വിളക്ക് നിരന്തരം കത്തിക്കൊണ്ടിരിക്കേണ്ടതിന്. സ്തോത്രം. ആമേൻ. ദൈവത്തിന്റെ ആഗ്രഹം വിളക്ക് നിരന്തരം എന്ത് ചെയ്യണം? നിരന്തരം കത്തിക്കൊണ്ടിരിക്കണം. ഹല്ലേലൂയ. ഇതിന്റെ ഒരു പുതിയ നിയമ വെളിപ്പാട് പറഞ്ഞ് ഞാൻ ആമേൻ സ്തോത്രം ഹല്ലേലൂയ ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കുവാൻ ആഗ്രഹിക്കുക. ആമേൻ സ്തോത്രം. അപ്പൊ വിളക്ക് ആമേൻ ഒരു ദിവസത്തേക്ക് കത്തിയാ പോരാ, 2 ദിവസത്തേക്ക് കത്തിയാ പോരാ. ആമേൻ സ്തോത്രം. ഇത് നിരന്തരം എന്ത് ചെയ്തുകൊണ്ടിരിക്കണം? ഇത് നിരന്തരം കത്തിക്കൊണ്ടിരിക്കണം. പക്ഷെ ഈ വിളക്ക് നിരന്തരം കത്തണമെങ്കിൽ എന്ത് ചെയ്യണം? ഇസ്രായേൽ മക്കൾ വിളക്കിനെ ഇടിച്ചെടുത്ത തെളിവുള്ള ഒലിവെണ്ണ നിന്റെ അപ്പോ ഈ വിളക്ക് നിരന്തരം കത്തിക്കൊണ്ടിരിക്കണമെങ്കിൽ ഒലിവിൻ കായ് ഉടയണം. പറിച്ചെടുത്ത ഒലിവിൻ കായ് എന്ത് ചെയ്യണം? അത് വെറുതെ ഉടഞ്ഞാ പോരാ, അത് ചക്കിലിട്ട് അതിനെ ഉടയ്ക്കണം. നമുക്കറിയാം ഈ കൊപ്രയൊക്കെ ആട്ടുമ്പോൾ നമ്മൾ കൊണ്ടിടുന്നത് വലിയ ഒരു കൊപ്രയായിരുന്നു. പക്ഷെ അതിനകത്ത് എണ്ണ വരണമെങ്കിൽ ആ മെഷീനകത്ത് ആമേൻ സ്തോത്രം ഇത് കയറി അങ്ങ് ഉടയണം. ഇത് നല്ലവണ്ണം ഉടയുമ്പോൾ അതിനകത്തുള്ള എണ്ണ പുറത്തു വരും. അങ്ങനെയാണെങ്കിൽ ഇന്ന് പകൽക്കാലം ആമേൻ സ്തോത്രം വിളക്ക് കത്തണമെങ്കിൽ ഒരു ഒലിവിൻ കായ് ഉടയണം. ആമേൻ അതിനെ ഉടയ്ക്കണം. അതിനകത്തുള്ള എണ്ണ പുറത്തു വന്നാൽ ആമേൻ സ്തോത്രം വിളക്ക് നിരന്തരം എന്ത് ചെയ്യും? ആമേൻ കത്തും. അങ്ങനെയാണെങ്കിൽ ഇന്ന് പകൽക്കാലം ഒരു ദൂത് പറയുകയാ. ദൈവത്തിന്റെ ആഗ്രഹം ആമേൻ കരിന്തിരിയായിട്ടിരിക്കാനല്ല, നീയാകുന്ന വിളക്ക് കത്തിക്കൊണ്ടിരിക്കണമെന്നുള്ളത് നിന്റെ ആഗ്രഹമല്ല. ഇന്ന് പകൽ ഞാൻ പറയും, അത് ദൈവത്തിന്റെ ആഗ്രഹമാണ്, അത് പിതാവിന്റെ ആഗ്രഹമാണ്. ആമേൻ. ഞാനും നിങ്ങളും ഈ ലോകത്തിലായിരിക്കുമ്പോൾ ആമേൻ വിളക്കണഞ്ഞിരിക്കാനല്ല, ഓരോ നിമിഷവും വിളക്ക് കത്തിക്കൊണ്ടിരിക്കണം. ആമേൻ. അതുകൊണ്ട് ഞാനും നിങ്ങളും കത്തുവാൻ വേണ്ടി പിതാവായ ദൈവം തന്റെ ഓമന പുത്രനായ ആ ഒലിവിൻ കായേ ആമേൻ സ്തോത്രം കാൽവറി ക്രൂശിൽ അതിനെ ഉടച്ചത് മുഖാന്തരം ഇന്ന് പകൽക്കാലം ആമേൻ ദൈവം പറയാ, നീ കത്തണം. നീ കത്താത്ത ആമേൻ കത്താനുള്ള കാരണം ഒരുവൻ കാൽവറി ക്രൂശിൽ അവൻ നമുക്ക് വേണ്ടി ഉടയ്ക്കപ്പെട്ടു, അവൻ നമുക്ക് വേണ്ടി തകർക്കപ്പെട്ടു. ഇന്ന് പകൽ ദൈവകുഞ്ഞേ നീ കത്തിക്കൊണ്ടിരിക്കണമെന്നും നിന്റെ വെളിച്ചം പ്രകാശിക്കണമെന്നും ഇന്ന് പകൽ ശ്രദ്ധിച്ചു കേൾക്കണം. ഇന്ന് പകൽ ദൈവകുഞ്ഞേ നീ കത്തണമെന്നുള്ളത് നിന്റെ ആഗ്രഹമല്ല, നിന്റെ ദൗത്യമല്ല. നീ കത്തണമെന്നുള്ളത് എൻ്റെ ദൈവത്തിന്റെ ആഗ്രഹമാ. ആമേൻ സ്തോത്രം. നീ നിരന്തരം നീ വെളിച്ചമായിരിക്കണമെന്ന് നിന്റെ ആഗ്രഹമല്ല. ഇത് എവിടെ നിന്നോ പ്രസംഗത്തിൽ കേട്ടുകിട്ടിയതല്ല, പക്ഷെ ഇത് ആഗ്രഹം എൻ്റെ ദൈവത്തിന്റെ ആഗ്രഹമാണ്. ഇന്ന് പകൽ അന്തരാത്മാവിൽ കത്തുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇന്ന് പകൽ ദൈവത്തോട് പ്രതികരിക്കണം. ഇന്ന് പകൽ ദൈവം ആഗ്രഹിക്കുന്നത് നീ കത്തണം, നീ ഒരു വെളിച്ചമായിരിക്കണം, നീ വെളിച്ചമായിരിക്കണം. നീ കത്താൻ വേണ്ടി കാൽവറി ക്രൂശിൽ ഒരുവൻ ഉടയ്ക്കപ്പെട്ടു. ഈ വിളക്കിൽ എണ്ണ വരാൻ ഒരുവൻ അമ്മ തകർക്കപ്പെട്ടു. ഒരുവൻ വചനം പറയുന്നു, അവൻ 14 ഇടങ്ങളിൽ മുഖമടച്ചു വീണു. ഭാരമേറിയ മരക്കുരിശുമായി ഗോൽഗോത്ത വരെ വീണും എഴുന്നേറ്റും കടന്നുപോയി. 3 അടികളും തറയ്ക്കപ്പെട്ട് അവൻ നമുക്ക് വേണ്ടി തകർന്നത് എന്തിനാ? ഇന്ന് പകൽ നമ്മുടെ വിളക്ക് കത്താൻ, ഇന്ന് പകൽ ദൈവകുഞ്ഞ് നീ വെളിച്ചത്തിലിരിക്കാൻ. ഇല്ല അങ്ങനെയല്ല. നീ വെളിച്ചത്തിലിരിക്കാനല്ല, നീ ഒരു വെളിച്ചമായിരിക്കാൻ. ഇരുളിൽ കിടക്കുന്നവർക്ക് ദൈവകുഞ്ഞ് നീ ഒരു വെളിച്ചമാകണമെന്നുള്ളത് അവൻ ദൈവത്തിന്റെ ഇഷ്ടമാ. അതുകൊണ്ട് തൻ്റെ ഓമന പുത്രനെ അവൻ നമുക്ക് വേണ്ടി തകർക്കുവാൻ അവൻ മനസ്സ് വെച്ചത്. ഇതിനകത്തിരിക്കുന്ന ഓരോരുത്തരും കത്തിക്കൊണ്ടിരിക്കണം. അമ്മേ സ്തോത്രം. ഇന്ന് പകൽ ദൈവകുഞ്ഞൻ നിന്റെ വിളക്കണയ്ക്കാൻ അമ്മേ ആർക്കും പറ്റുകയില്ല.
ഒരു ശത്രുവിന് നിന്റെ വിളക്കണയ്ക്കാൻ പറ്റില്ല. നിന്റെ പ്രകാശത്തെ കെടുത്താൻ ഒരു ശക്തിക്കും കഴിയത്തില്ല. നീ കത്തേണ്ടത് നിന്റെ ആഗ്രഹമായിരുന്നുവെങ്കിൽ ഒരു പക്ഷെ അണയാൻ സാധ്യതയുണ്ട്. പക്ഷെ ദൈവത്തിന്റെ ആഗ്രഹം, എൻ്റെ കുഞ്ഞുങ്ങൾ അവർ ബാംഗ്ലൂർ പട്ടണത്തിനകത്ത് അവർ കത്തിക്കൊണ്ടിരിക്കണം. അവരുടെ വിളക്ക് കത്തിക്കൊണ്ടിരിക്കണം. അവർ പോകുന്നിടത്ത് ഇരുളിന് നിൽപ്പാൻ കഴിയാത്തതുപോലെ, ഇരുട്ടിന്റെ ശക്തികൾക്ക് നിൽപ്പാൻ കഴിയാത്തതുപോലെ, ആമേൻ, അവരുടെ ഭവനത്തിനകത്ത് ഇരുട്ടിന്റെ ശക്തികൾക്ക് നിൽക്കാൻ കഴിയാത്തതുപോലെ ഇന്ന് പകൽ ദൈവം നിങ്ങളെ കുറിച്ച് ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ വിളക്ക് കത്തണം. ഇന്ന് പകൽ ഇതിനകത്തിരിക്കുന്ന വിളക്കുകൾ കത്തട്ടെ. എല്ലാ വിളക്കും കത്തണമെന്നുള്ളത് ദൈവത്തിന്റെ ആഗ്രഹമാ. എല്ലാവരും അഭിഷേകം പ്രാപിക്കണമെന്നുള്ളത് ദൈവത്തിന്റെ ആഗ്രഹമാ. എല്ലാവരും ദൈവത്തിന്റെ ആത്മാവിനാൽ നിറയപ്പെടണമെന്നുള്ളത് ദൈവത്തിന്റെ ആഗ്രഹമാ. വിളക്ക് കത്തിയ കഥ പറയാ, കത്തുന്ന വിളക്കിനെ ഞാൻ എന്ത് ചെയ്യും? ഞാൻ തണ്ടിന്മേൽ കത്തുന്ന വിളക്കിനെ ദൈവം എന്ത് ചെയ്യും? കത്തുന്ന വിളക്കിനെ തണ്ടിന്മേൽ വെക്കണമെങ്കിൽ ഒരാൾ ആ വിളക്ക് എടുക്കണം. ഇന്ന് പകൽ ഒന്ന് വിട്ടുകൊടുക്കുക, നമ്മുടെ ഹൃദയത്തെ ഒന്ന് വിട്ടുകൊടുക്കുക. സ്വർഗത്തിലെ ദൈവം കത്തുന്ന വിളക്കിനെ ദൈവം എന്ത് ചെയ്യും? ദൈവം ഒരു മനുഷ്യനല്ല, ദൈവം കയ്യിലെടുക്കും. ഇന്ന് പകൽ ദൈവം നിന്നെ കയ്യിലെടുക്കും. ദൈവം നിന്നെ കയ്യിലെടുക്കും. ദൈവം നിങ്ങളെ കയ്യിലെടുക്കും. ദൈവം നിങ്ങളെ കയ്യിലെടുത്ത് നിങ്ങളെ ഉയർത്തി അവൻ തണ്ടിന്മേൽ വെക്കും. എന്നിട്ട് നിങ്ങളിലുള്ള വെളിച്ചം അത് വീട്ടിലുള്ളവർക്ക് പ്രകാശമാക്കും. ഞാൻ പറഞ്ഞു, ഇന്ന് പകൽ ഈ തിരുമേശം നമ്മളെ കാണിക്കുന്നത്, ഹല്ലേലൂയ, ഓർപ്പിക്കുന്നത് നിങ്ങൾ വെളിച്ചമായിരിക്കണം. നിങ്ങൾ ഇരുളായിരിക്കാനല്ല, നിങ്ങൾ ദുഃഖപ്പെട്ടിരിക്കാനല്ല, നിങ്ങൾ ഭാരപ്പെട്ടിരിക്കാനല്ല. സ്വർഗത്തിന്റെ ദൈവം ഇന്ന് പകൽ നോക്കുമ്പോൾ, ഹല്ലേലൂയ, അവൻ തിരുമേശയുടെ അടുക്കൽ നിന്ന് ഇന്ന് പകൽ നിങ്ങളെ നോക്കുമ്പോൾ നിങ്ങളുടെ മുഖം കണ്ടാൽ അറിയണം നിങ്ങളുടെ വിളക്ക് കത്തിക്കൊണ്ടിരിക്കുകയാ. നിങ്ങളുടെ സന്തോഷം കണ്ടാൽ അവൻ പറയണം, ആമേൻ, ഇതാ ഞാൻ സ്തോത്രം ഉടയ്ക്കപ്പെട്ടത് ഈ സന്തോഷത്തിന് വേണ്ടിയിട്ടാ. ഇന്ന് പകൽ ദൈവകുഞ്ഞെ, നിന്റെ നിരാശകൾ മാറി ഇന്ന് പകൽ നിന്റെ മുഖത്തൊരു പ്രത്യാശയുണ്ടെങ്കിൽ ഉടഞ്ഞവൻ നോക്കിയിട്ട് പറയും, ഹല്ലേലൂയ, ഞാൻ തകർന്നത് വെറുതെയല്ല. പിതാവിന്റെ വലത്തുഭാഗത്തിരുന്ന് ആമേൻ പുത്രൻ പിതാവിനോട് പറയും, പിതാവേ, ഞാൻ ഉടഞ്ഞത് ഈ വിളക്ക് കത്താനാ. ഞാൻ ഉടഞ്ഞത് ബാംഗ്ലൂർ പട്ടണത്തിനകത്ത് ഈ ഇരിക്കുന്ന വിളക്കുകൾ കത്താനാ. ഇരുളിൽ കിടക്കുന്ന ഒരു കൂട്ടം ജനം കാണത്തക്കവണ്ണം എന്റെ വിളക്കുകൾ അത് കത്തിക്കൊണ്ടിരിക്കും. ഇന്ന് പകൽ ഈ പ്രത്യാശയോട് വേണം നമ്മൾ ഈ തിരുമേശയിൽ പങ്കെടുക്കാൻ. ഈ പ്രത്യാശയോട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ? നമ്മൾ ഈ തിരുമേശയോട് അടുക്കാൻ. ഇന്ന് പകൽ എല്ലാ മാസവും തിരുവത്താഴം ഭക്ഷിക്കുന്നത് പോലെ ഭക്ഷിച്ചു പോകാനല്ല. ഇന്ന് പകൽ പറയണം, ഒരുവൻ എനിക്ക് വേണ്ടി ഉടയ്ക്കപ്പെട്ടതിന്റെ ഉപകാരമാണ് ഇവിടെ ഇരിക്കുന്നത്. ഇത് ഞാൻ പ്രാപിക്കുമ്പോൾ ഞാൻ പിന്നെ നിരാശപ്പെടുകയല്ല, പക്ഷെ എൻ്റെ പ്രത്യാശ വർദ്ധിക്കും. എൻ്റെ വിളക്ക് കത്തും. എൻ്റെ വിളക്ക് കത്തും. ഹല്ലേലൂയ. ഈ വിളക്ക് കത്തിയാൽ ഒരു ഇരുളിനും ഇനി നമ്മുടെ അടുക്കൽ നിൽക്കാൻ പറ്റത്തില്ല. നിങ്ങൾക്കറിയുമോ, പിതാവിന്റെ വലത്തു ഭാഗത്ത് ഒരുവൻ നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യാനിരിക്കുന്നത്. എന്താ പക്ഷപാതം ചെയ്യുന്നത്? ഒരുവൻ സന്തോഷിക്കുമ്പോൾ, ഒരുവൻ കത്തുമ്പോൾ, മറ്റുള്ളവർക്ക് വെളിച്ചമാകുമ്പോൾ അവൻ പക്ഷപാതം ചെയ്യുന്നെന്ന് പറഞ്ഞാൽ, നമ്മുടെ പക്ഷത്ത് പുത്രൻ നിന്നുകൊണ്ട് പിതാവിനോട് പറയും, പിതാവേ, ഞാൻ 14 ഇടങ്ങളിൽ മുഖമടച്ച് വീണത് വെറുതെയായില്ല. ഇതൊക്കെ കണ്ടോ, എൻ്റെ വെളിച്ചം നടക്കുന്നു. ഇന്ന് പകൽ ഈ പട്ടണത്തിനകത്ത് ദൈവകുഞ്ഞെ നിങ്ങൾ നടക്കുമ്പോൾ പുത്രൻ നിങ്ങളെ നോക്കി പറയുന്നത് എന്തെന്നറിയാമോ? എൻ്റെ വെളിച്ചം ഇതാ ഇരുളിലേക്ക് നടക്കുന്നു. നിങ്ങൾ വീട്ടിനകത്ത് കയറുമ്പോൾ സ്വർഗത്തിലെ പിതാവിനോട് എൻ്റെ പുത്രൻ പറയുകയാണ്, ഇതാ ഒരു വെളിച്ചം ഇന്ന് പകൽ ആ ഭവനത്തിൽ പ്രവേശിക്കുകയാണ്. നമ്മളൊരു വീട്ടിൽ കടക്കുമ്പോൾ ദൈവം പറയും, ഇതാ ഒരു വെളിച്ചം അവിടേക്ക് കടക്കുന്നു. വെളിച്ചം കടന്നാൽ ഇരുട്ടിന് നിൽക്കാൻ കഴിയത്തില്ല, ഇരുട്ടിന്റെ ശക്തികൾക്ക് നിൽക്കാൻ കഴിയത്തില്ല. ഇന്ന് പകൽ ദൈവകുഞ്ഞെ, ദൈവത്തിന്റെ പ്രതീക്ഷ എവിടെയാണെന്ന് ചോദിച്ചാൽ, ദൈവത്തിന്റെ പ്രത്യാശ എവിടെയാണെന്ന് ചോദിച്ചാൽ, ഇന്ന് പകൽ ഞാൻ പറയും, ദൈവത്തിന്റെ പ്രതീക്ഷ, ദൈവത്തിന്റെ പ്രത്യാശ നിങ്ങളിലാണ്. നിങ്ങളിലാണ്. ഹല്ലേലൂയ. നിങ്ങളിലാണ്. ഈ പ്രതീക്ഷ നിങ്ങളിലിടുവാൻ, ഈ പ്രത്യാശ നിങ്ങളിലിടുവാൻ ഒരുവൻ നമുക്ക് ഒരു ഒലിവിൻ കായ് ഉടയ്ക്കപ്പെട്ട് നമ്മുടെ മുമ്പിൽ